ഇത് വിദ്യാരംഭത്തിന്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇടാൻ കുറച്ച് വൈകി പോയിന്നുള്ളൂ, നിങ്ങളൊന്ന് ക്ഷമിക്കുക. നമ്മള് ആയുധം പൂജയ്ക്ക് വെക്കില്ലേ വിദ്യാരംഭത്തിന്റെ തലേ ദിവസം, ആ ദിവസമായിരുന്നു കേട്ടോ ഇത്. ഒരു 4 മണിയോടെ കൂടി ഞാൻ കളരിയിലെത്തിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, പൂത്തറയൊക്കെ ഒരുക്കാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് കളരിയിലെത്തി. അങ്ങനെ എല്ലാ പൂജകളും കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആയുധമൊക്കെ പൂജയ്ക്ക് വെച്ചേക്കാണ്. എല്ലാവർക്കും അറിയാലോ, വിദ്യാരംഭം എന്ന് പറയുമ്പോൾ പുസ്തകം പൂജയ്ക്ക് വെക്കുന്നത് മാത്രമല്ല, നമ്മൾ എന്ത് വിദ്യയാണോ പഠിക്കുന്നത് ആ വിദ്യയോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പൂജയ്ക്ക് വെക്കും. ആയുധങ്ങളൊക്കെ പൂജയ്ക്ക് വെക്കുന്നത് മഹാഭാരത കാലഘട്ടം മുതലുള്ള ശീലമാണ്. അന്നൊക്കെ ഗുരുകുലമായിരുന്നല്ലോ കൂടുതലുണ്ടായിരുന്നത്. അപ്പൊ ആയുധ വിദ്യയൊക്കെ ഒരുപാട് അഭ്യസിച്ചിരുന്ന കാലഘട്ടം മുതലേ ഇതുള്ളതാണ്. നമുക്ക് പറവൂർ ഇവിടുത്തെ കളരിയിലെ കാര്യങ്ങളും പൂജകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുഴവൂർ കളരിയിൽ ചെന്നിട്ട് ആയുധം പൂജയ്ക്ക് വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടും നമ്മുടെ സ്വന്തം കളരി തന്നെയാണ്. അവിടെ തൊട്ടടുത്ത് തന്നെ അമ്പലമൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അമ്പലത്തിലും ദീപാരാധനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിദ്യാരംഭമായിട്ട് കുറച്ച് പരിപാടികളുണ്ട്. ഇവിടുത്തെ പൂജയുടെ പ്രസാദമൊക്കെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം, അതൊക്കെ എല്ലാവരും കഴിച്ചതിന് ശേഷം നമ്മളിത് പുഴവൂർ കളരിയിൽ എത്തിയേക്കാണ്. അവിടെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടുത്തെ ഒരു അന്തരീക്ഷം കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഒരു വീഡിയോയില്, രാത്രി ചെന്നാലും രാവിലെ ചെന്നാലും വൈകിട്ടാണെങ്കിലും ഉച്ചക്കാണെങ്കിലും നല്ലൊരു ഫീൽ ആണെന്ന്. അവിടെ നമുക്ക് പ്രത്യേകം ഭജനയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല, നമുക്ക് കഴിക്കാനായിട്ട് പ്രസാദം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് സന്തുഷ്ടരായിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയത്. അത് മാത്രമല്ല, എനിക്ക് ചന്ദനക്കുറി തൊട്ട് തന്നത് സ്നേഹമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയൊന്നും ചന്ദനക്കുറി തൊടാറില്ല. ഞാൻ നേരെ എടുത്തൊരു വര അങ്ങോട്ട് വരക്കലാണ് പതിവ്. ഇത്ര ഭംഗിയിലൊന്നും ഞാൻ തൊടാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് ചേരോ ഇല്ലെന്നുള്ളൊരു ഡൗട്ടൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്നേഹം തൊട്ടെന്നല്ലേ, നമ്മുടെ അനിയത്തിനെ പോലെ കാണുന്നല്ലേ, അപ്പൊ അത് നന്നായിട്ട് തന്നെ വരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പൊ നോക്കുമ്പോഴാണ് എന്റെ ഓജി അനിയത്തി നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങളൊക്കെ ക്യൂ നിൽക്കുമ്പോൾ ആള് ഭക്ഷണം കഴിച്ച് കയ്യും കഴുകാനായിട്ടോ. പ്രസാദം കഴിച്ചതിന് ശേഷം നമ്മൾ ഭജന കാണാനായിട്ട് കയറിട്ടോ. സ്വാമി ചേട്ടനും പിന്നെ പ്രത്യേകമായിട്ട് ഭജന ചൊല്ലാനായിട്ട് ഒരാളൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ എന്നെയും ഭജന ചൊല്ലാൻ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഒഴിവായി. കാരണം ഞാൻ ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് നടക്കായിരുന്നു. അതൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലൊക്കെ വേണ്ടേ, എന്നാലല്ലേ എനിക്ക് നിങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഭാവിയിൽ എന്റെ പിള്ളേരൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടേ. അവർക്കൊക്കെ ഇങ്ങനെ ഒരു യുഗം ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് ഇതൊക്കെയല്ലേ ഉള്ളൂ നമ്മളുടെ കയ്യില്. ഇതുപോലുള്ള ഒരുപാട് നല്ല മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യുന്നത് പണ്ടേ എന്റെ ശീലമായിരുന്നു കേട്ടോ. അന്ന് പക്ഷെ വ്ളോഗിങ് കാര്യങ്ങളൊന്നും തുടങ്ങിയിരുന്നില്ല എന്നുള്ളൂ. പക്ഷെ ഇന്നിപ്പോ അത് തുടങ്ങിയതിനു ശേഷം എനിക്കിതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനും ഇതിന്റെയൊക്കെ ഒരു ബ്യൂട്ടി അനുഭവിച്ചറിയാനും എനിക്ക് കഴിയുന്നുണ്ട്. നിനക്ക് വെറുതെ വീഡിയോ എടുത്ത് നടക്കലല്ലാണ്ട് വേറെ എന്താ പണിയെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പിന്നിലൊക്കെ ഒരുപാട് എഫേർട്ട് ഉണ്ടോ. വെറുതെ വീഡിയോ എടുത്ത് നടക്കുന്നത് മാത്രമല്ല ഇതിൽ നിന്ന് എനിക്ക് ഇൻകം കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പ്രശ്നം നിങ്ങൾക്കൊക്കെ? അപ്പൊ എന്നാ ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.